കോഴിക്കോട് മെഡിക്കൽ കോളേജിന് എതിർവശത്ത് പ്രവർത്തിക്കുന്ന സ്വകാര്യ കെട്ടിടത്തിൽ നിന്നും മലിനജലം സമീപ പ്രദേശത്തേക്ക് ഒഴുക്കിവിടുന്നതായി പരാതി. ബോയ്സ് ഹോസ്റ്റൽ എന്ന വ്യാജേന കെട്ടിടത്തിന്റെ അടിത്തട്ടിൽ അന്യസംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന മുറികളിൽ നിന്നാണ് ശുചിമുറി മാലിന്യം സമീപ പ്രദേശങ്ങളിലേക്ക് ഒഴുകുന്നത്. വൃത്തിഹീനമായും അനധികൃതമായും കെട്ടിടത്തിൽ ആൾക്കാരെ പാർപ്പിച്ച കെട്ടിട ഉടമയ്ക്കെതിരെ ജില്ലാ ഹെൽത്ത് ഇൻസ്പെക്ടർ നടപടി സ്വീകരിച്ചു. മഞ്ഞപ്പിത്തം പോലുള്ള പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന ഈ സാഹചര്യത്തിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് എതിർവശത്തുള്ള ബോയ്സ് ഹോസ്റ്റൽ എന്ന പേരിനെ വ്യാജേന പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന്റെ ദുരവസ്ഥയാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ആ കാഴ്ചകൾ എന്തൊക്കെയാണ് കണ്ടുവരാം. സ്വകാര്യ കെട്ടിടത്തിൽ പാർക്കിങ്ങിനായി അനുവദിച്ച താഴത്തെ നിലയിലാണ് ബോയ്സ് ഹോസ്റ്റൽ എന്ന വ്യാജേന അന്യസംസ്ഥാന തൊഴിലാളികളെ പാർപ്പിക്കുന്നത്. വായുസഞ്ചാരം പോലുമില്ലാത്ത വൃത്തിഹീനമായ ഈ മുറികളിൽ ഏകദേശം 100-ൽ പരം അന്യസംസ്ഥാന തൊഴിലാളികളാണ് താമസിക്കുന്നത്. ഭീമമായ തുക നൽകിയാണ് ഓരോ തൊഴിലാളികളും ഇവിടെ താമസിക്കുന്നത്. ഇവിടെ നിന്നും ഒഴുകിവരുന്ന മലിനജലമാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് സമീപത്തെ കൃഷ്ണംപോയിൽ മുതൽ പാലാഴി MLA റോഡ് വരെയുള്ള പ്രദേശത്തേക്ക് പരന്നൊഴുകുന്നത്. ഏകദേശം 3000 കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശത്ത് മലിനജലം ഒഴുകിയെത്തുന്നത് കാരണം കിണറുകൾ പോലും മലിനമാകുന്നതായി പ്രദേശവാസികൾ പറയുന്നു. കൂടാതെ കൊച്ചുകുട്ടികൾക്ക് മാരകമായ രോഗങ്ങൾ പിടിപെടുന്ന അവസ്ഥയുമാണെന്നും നാട്ടുകാർ പറയുന്നു. തെക്ക് ഭാഗത്തേക്ക് ഉള്ള ജനങ്ങൾ വളരെ പൊറുതിമുട്ടിക്കൊണ്ട് അവരുടെ കിണറുകളെല്ലാം നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി കുടിവെള്ളം കിട്ടണമെങ്കിൽ കിണറുകൾ ഉപയോഗിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണുള്ളത്. അങ്ങനെയുള്ള ഇരിക്കുന്ന ഈ അവസ്ഥയിൽ ചെറുകുട്ടികൾക്ക് മാരകമായ രോഗങ്ങൾ വന്നുകൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥയുണ്ട്. അതെല്ലാം മാറണമെങ്കിൽ അധികാരികൾ കണ്ണു തുറന്നേ മതിയാവുകയുള്ളൂ. കെട്ടിടത്തിലെ കിണറിനോട് ചേർന്നാണ് ഇവിടുത്തെ സെപ്റ്റിക് ടാങ്കും സ്ഥിതി ചെയ്യുന്നത്. അതിനാൽ ടാങ്കിലെ മലിനജലം പരന്നൊഴുകുക കിണറ്റിലേക്കാണ്. ഇതേ കിണറിൽ നിന്നുള്ള വെള്ളമാണ് കെട്ടിടത്തിൽ താമസിക്കുന്ന തൊഴിലാളികളും മറ്റു സ്ഥാപനങ്ങളിലെ തൊഴിലാളികളും ഉപയോഗിക്കുന്നത്. മഞ്ഞപ്പിത്തമടക്കമുള്ള പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ വൃത്തിഹീനമായ കെട്ടിടം കർശന പരിശോധനയ്ക്ക് വിധേയമാക്കിയതിനു ശേഷം മാത്രമേ തുറന്നും പ്രവർത്തിക്കാൻ അനുവദിക്കുകയുള്ളൂ എന്ന് വാർഡ് കൗൺസിലർ EM സോമൻ പറഞ്ഞു. ഇത് പലപ്പോഴും ഈ ഇത്തരം സ്ഥാപനങ്ങളെ ബന്ധപ്പെട്ടുകൊണ്ട് നാട്ടുകാർ പ്രക്ഷോഭം ഉണ്ടാക്കാറുണ്ട്. അനന്തരം ചില കാര്യങ്ങളൊക്കെ ചെയ്ത് അവർ വീണ്ടും അത് പ്രവർത്തിക്കും. അതൊന്നല്ല, ഇത് എല്ലാം നിയമവിരുദ്ധമാണ്. കുടിക്കുന്ന വെള്ളം, ഉപയോഗിക്കുന്ന ടോയ്ലറ്റ്, കിടക്കുന്ന റൂമുകൾ എല്ലാം കൃത്യമായിട്ട് അഡ്രസ്സ് പോലും ഇല്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. പല സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന് താമസിക്കുന്നതാണ്. ഇത് കൊലപാതകികളോ മറ്റ് ക്രിമിനൽ കേസുകളൊക്കെ ഉള്ള ആളുകളുണ്ടായിരിക്കാം. അപ്പോൾ എല്ലാ കാര്യം പരിശോധിക്കണം. എല്ലാ കാര്യം പരിശോധിച്ചിട്ട് മാത്രമേ ഞങ്ങളിത് തുറക്കാൻ വേണ്ടി സമ്മതിക്കുള്ളൂ. നാട്ടുകാർ പ്രക്ഷോഭത്തിലേക്കാണ് പോകുന്നത്. പ്രശ്നം രൂക്ഷമായതിനെ തുടർന്ന് പ്രദേശവാസികൾ ചേർന്ന് ബന്ധപ്പെട്ട അധികാരികൾക്ക് പരാതി നൽകി. തുടർന്ന് കോഴിക്കോട് ഹെൽത്ത് ഓഫീസർ മുനവറിന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലം സന്ദർശിച്ച് പരിശോധന നടത്തി. പാർക്കിങ്ങിനായി അനുവദിച്ച സ്ഥലത്ത് അനധികൃതമായി ബോയ്സ് ഹോസ്റ്റൽ എന്ന വ്യാജേന അന്യസംസ്ഥാന തൊഴിലാളികളെ പാർപ്പിച്ചതിൽ കെട്ടിട ഉടമയ്ക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും 7 ദിവസത്തിനുള്ളിൽ അടച്ചുപൂട്ടുന്നതിനായി നിർദ്ദേശം നൽകിയെന്നും കോഴിക്കോട് ഹെൽത്ത് ഓഫീസർ മുനവർ കോഴിക്കോട് വിഷനോട് പറഞ്ഞു. നിലവിലെ അവസ്ഥ ഇവിടെ ഈ ബിൽഡിംഗ് വളരെ വൃത്തിഹീനമായിട്ടുള്ള രീതിയിലാണ് പ്രവർത്തിക്കുന്നത് കണ്ടത്. ഇതിൻ്റെ ഏറ്റവും താഴത്തെ നിലയിൽ അന്യസംസ്ഥാന തൊഴിലാളികളടക്കം ഒരുപാട് പേര് ഒരു മുറിയിൽ അനുവദനീയമായതിൽ കൂടുതൽ ആളുകൾ താമസിക്കുന്നുണ്ട്. തിങ്ങി പാർക്കാണ്. വളരെ വൃത്തിഹീനമായിട്ടുള്ള അവസ്ഥയാണ് കണ്ടിട്ടുള്ളത്. ഇവിടെ ഹോസ്റ്റലിനുള്ള അനുമതി ഈ ബിൽഡിങ്ങിനില്ല. ബോയ്സ് ഹോസ്റ്റൽ എന്നുള്ള പേരിലാണ് ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അടച്ചുപൂട്ടാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഇന്ന് തന്നെ ഇത് അടച്ചുപൂട്ടുന്നതായിരിക്കും. ആളുകളും ഇവിടെ നിന്ന് താമസം മാറാനുള്ള സാവകാശം കൊടുക്കുന്നതായിരിക്കും. ഇവിടുന്ന് റിപ്പോർട്ട് പ്രകാരം 63 പേരുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. വളരെ കുടിച്ചു മുറികളിൽ ഒരു മുറിയിൽ 6ഉം 10ഉം ഒക്കെ ആളുകളാണ് താമസിക്കുന്നത്. അത് നമുക്ക് അനുവദിക്കാൻ പറ്റില്ല. പ്രോപ്പർ വെന്റിലേഷനും കാര്യങ്ങളൊന്നും ഇല്ലാതെയാണ് ഇവിടെ താമസിക്കുന്നത്. ബാത്റൂം സൗകര്യമൊക്കെ അപര്യാപ്തമാണ്. അതെല്ലാം പരിഹരിക്കേണ്ടതുണ്ട്. കെട്ടിട ഉടമയെ ഞങ്ങൾ രേഖാമൂലം അറിയിക്കുന്നുണ്ട്. പരിഹാര നടപടികൾ സ്വീകരിച്ച് റിപ്പോർട്ട് ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സീനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഷാജി MS, ഹെൽത്ത് സൂപ്പർവൈസർമാരായ പ്രമോദ് K, പ്രകാശൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ ഹനീഫ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ സജിത തുടങ്ങിയവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. ക്യാമറ പേഴ്സൺ ജോൺസൺ K. ജോർജിനോടൊപ്പം അഭിരാമി ഷാജി, കോഴിക്കോട് വിഷൻ.